ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്, പാവ് ബജി. സാധാരണ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ. കാരണം ഞാനിത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതാണ്. എനിക്ക് എപ്പോഴും ഒരു സ്വീറ്റ് മെമ്മറി തരുന്ന ഒരു ഫുഡാണ് അത്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിന് തുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ നിങ്ങളും പ്രസന്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട് നീങ്ങാം. ഉരുളക്കിഴങ്ങ് ഞാനത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കി ഇച്ചിരി ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ളത് 3 എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, കാരണം ഞാൻ പൊട്ടറ്റോയ്ക്ക് ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസിന് പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ, 3 ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിനാവശ്യമുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, 1 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ, നമുക്ക് ആവശ്യമായ 2 മുട്ട, 1.5 ടീസ്പൂൺ ഗരം മസാല ആൻഡ് 1 ടീസ്പൂൺ പെപ്പർ. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യമുള്ള ഓയിൽ, നമുക്ക് ആവശ്യമുള്ള വെള്ളം, ഇതിനാവശ്യമുള്ള ബണ്ണ്. പാവ് ബജിക്ക് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിപ്പാണ്. അതിനുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് നോക്കാം. നമ്മുടെ ചട്നിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഒരു പ്ലേറ്റിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചെറിയ പരിപ്പാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് വലുതും ചെറുതും ഉപയോഗിക്കാം. പക്ഷേ ഏത് പരിപ്പ് എന്നുള്ളതല്ല, നമ്മൾ പരിപ്പ് ഉപയോഗിക്കുമ്പം അത് കഴുകിയിട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ അതിന് പച്ചച്ചപ്പ് വരും. പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 3 മുളക്, അത് നമ്മുടെ ഓപ്ഷനിലാണ്. നമുക്ക് ഏത് 1, 2, 3 ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഉപയോഗിക്കാവേ. പിന്നെ 1 ടീസ്പൂൺ സോൾട്ട്, പിന്നെ നമുക്ക് പീനട്ട്, അത് ആവശ്യമുള്ളത്, അത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ തേങ്ങാക്കൊത്ത്, അതും ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്, കാരണം നല്ല ടേസ്റ്റ് വരാൻ വേണ്ടി. പിന്നെ അതിനാവശ്യമായ ലെമൺ, ഒരു ചെറിയ പുളിപ്പൊക്കെ വരാൻ വേണ്ടി. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ റെസിപ്പി മിക്സ് ചെയ്ത് തുടങ്ങാം. ഞാനിത് പതുക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് അത് കാണത്തില്ല, നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇത് നല്ല പൊടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചാണെന്ന് വെച്ചാൽ ഞാനിത് നല്ല രീതിയിൽ എനിക്ക് മിക്സ് ചെയ്തേ പറ്റൂ. സ്പൂൺ ഉപയോഗിച്ചാലൊന്നും ഇത് ശരിക്കും ആയില്ല, അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരികയല്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് നമുക്കതിനാവശ്യമായ മഞ്ഞളും ഉപ്പും. മഞ്ഞളൊരു നല്ല കളർ കിട്ടാൻ വേണ്ടി കേട്ടോ. ഉപ്പ് നിങ്ങൾക്കറിയാമല്ലോ ടേസ്റ്റിനാണ്. പിന്നെ ഞാൻ സവോള ഇടുവാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, ഇനി നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഒരു നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. ഏതിനകത്ത് ആഡ് ചെയ്താലും ഈ നോർത്ത് ഇന്ത്യൻസിന് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ മല്ലിയില. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാലയും പെപ്പറും ഇടുവാണ്. ഇത് നമുക്ക് ഓപ്ഷനിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇഷ്ടമില്ലാത്തൊരു ഇതിടണമെന്നില്ല. പച്ചമുളക് ഇടാം, നല്ല ഉണക്കമുളക് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടവും. പിന്നെ സ്പൈസി ആവശ്യമുള്ളവർക്ക് ഏത് മുളക് വേണമെങ്കിലും ഇടാം. ചിലർ കാശ്മീരി മുളക് ഇടും, അല്ലാതെ കാന്താരി മുളക് ഇടും. ഇത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇനി ഫ്ലവറും മുട്ടയും കൂടെ അടിച്ചൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുളയായിട്ട് എടുത്തിട്ട് പതുക്കെ ഞാൻ ഈ സെൽഫ് റൈസിങ് ഫ്ലവറിൽ പാനീയത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു ശകലം ഉപ്പിടുവാണ്. നമ്മളെടുത്ത് ചെയ്യിച്ച് വെള്ളോടെ ഒഴിച്ചിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാവേ. പാൻ ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാവേ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നിടാൻ പോവാണേ. ഇത് ഡീപ് ഫ്രൈ ആയതുകൊണ്ട് ഒരു 10-20 മിനിറ്റിന് വേണ്ടി വരും. നല്ല രീതിയിൽ അവൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി.
നമുക്ക് മാറ്റി ഡിഷിലോട്ട് ആക്കുവാണേ. ഇത് നല്ല മഞ്ഞ കളറിൽ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ കടന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്ക് നമ്മുടെ ചട്നി ഒന്ന് റെഡിയാക്കിയാലോ? എന്നാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ മിക്സിയിലോട്ടങ്ങ് ഇടാം. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നരച്ചോട്ട് വരാം. അങ്ങനെ നമുക്ക് നമ്മുടെ ചട്നി ശരിയാക്കാവേ. ഒരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഗ്രേവി ആകാനും പെട്ടെന്ന് അരിഞ്ഞു കിട്ടാണ്ട്. മിക്സി തരച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാനിലോട്ട് മാറ്റാവേ. നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാവേ, ഒരു ശകലം പുളി കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അവർ അന്ന് എനിക്ക് തന്ന ഓർമ്മയിൽ ഇതിങ്ങനെ വെക്കും. ഇത് ഒരെണ്ണം വെച്ചിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ പാവ് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാലോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്, ഭയങ്കര ഈസിയാണ്, ഇതിലൊരു ബുദ്ധിമുട്ടും ഇല്ലേ. ബജി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ആദ്യം ചട്നി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ബജി വെക്കും, അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചട്നി ഒഴിക്കും. അപ്പോൾ അതിന് മൊത്തം ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഓരോ ഓപ്ഷൻ ഇങ്ങനെ തിന്നാവേ. രണ്ടാമത്തെ നമുക്ക് സിമ്പിളായിട്ട് ഈ ബജി ചട്നിക്കകത്ത് മുക്കി വേണം തിന്നാം, അതും ടേസ്റ്റാണ്. അല്ലെങ്കിൽ കെച്ചപ്പ് അതിൻ്റെ കൂടെ തിന്നാവുന്നതാണ്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ചുമ്മാ അകത്ത് കയറ്റി വെച്ചോ അങ്ങനെ തിന്നാം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട്, ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.